തൃശൂരിൽ 3 എടിഎമ്മുകൾ കൊള്ളയടിച്ച 6-അംഗ സംഘം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി. പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കവർച്ചാ സംഘത്തിലെ ഒരാളെ പോലീസ് വെടിവെച്ചു കൊന്നു. കവർച്ചയുമായി ബന്ധപ്പെട്ട സംഘത്തിലെ 4 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 66 ലക്ഷം രൂപ എടിഎമ്മിൽ നിന്ന് കൊള്ളയടിച്ച് കണ്ടെയ്നറിൽ കടത്താൻ ശ്രമിച്ച ഹരിയാനക്കാരായ സംഘം നാമക്കലിൽ വെച്ച ഏറ്റുമുട്ടലിലൂടെയാണ് തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. സുനിൽ അരുമാനൂർ വിവരങ്ങളുമായി ചേരുന്നു. തൃശൂർ നഗരത്തിലും തൃശൂർ റൂറൽ സ്റ്റേഷൻ പരിധിയിലും ഇന്ന് പുലർച്ചെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്കാണ് 3 ATM കൗണ്ടറുകൾ കൊള്ളയടിക്കപ്പെട്ടത്. 6-അംഗ സംഘമാണ് ഈ കൊള്ളയടിക്ക് പിന്നിലെന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. പുലർച്ചെ 3 ATM കൗണ്ടറുകളിലും ഈ സംഘമെത്തി ATM കൗണ്ടർ കുത്തിത്തുറന്ന് ക്യാമറയിൽ സ്പ്രേ പെയിന്റ് ചെയ്ത ദൃശ്യങ്ങൾ പതിയാത്ത രീതിയിൽ ആക്കിയ ശേഷം ഗ്യാസ് കട്ടറുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ കവർച്ച നടത്തി പോയിട്ടുള്ളത്. ഇതിനുശേഷം സംഘം തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. ഈ സൂചന ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ സംസ്ഥാനത്തിൻ്റെ വിവിധ പോലീസ് കേന്ദ്രങ്ങളിൽ കൃത്യമായിട്ടുള്ള മെസ്സേജ് നൽകുകയും അതോടൊപ്പം തന്നെ തമിഴ്നാട് പോലീസിന്, കോയമ്പത്തൂർ പോലീസിനും അതുപോലെ കൃഷ്ണഗിരി പോലീസിനുമൊക്കെ കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. കാരണം ഇത്തരത്തിൽ ഗ്യാസ് കട്ടർ ഉപയോഗിച്ചുകൊണ്ട് ATM കൗണ്ടറുകൾ കട്ട് ചെയ്ത് പൈസ തട്ടിയെടുക്കുന്ന സംഘം നേരത്തെ കണ്ണൂരിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരുന്നു. ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ കൂടി വിവരം കണക്കിലെടുത്തുകൊണ്ടാണ് തമിഴ്നാട്ടിലേക്ക് വിവരം കൈമാറാനായി തീരുമാനിച്ചതെന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത്. അതിനുശേഷം വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുന്നതിനിടയിലാണ് തമിഴ്നാട്ടിലെ വെച്ച് ഈ ഒരു ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഒരു കണ്ടെയ്നർ പരിശോധന നടത്തുന്നത്. ഈ കണ്ടെയ്നർ പരിശോധിക്കുമ്പോഴാണ് ഈ കണ്ടെയ്നറിനകത്ത് ഒരു കാറും ഈ കാറിനകത്ത് പണവും ഉള്ളതായി കണ്ടെത്തിയത്. തുടർന്നാണ് തമിഴ്നാട് പോലീസ് തമിഴ്നാട് പോലീസ് നാമക്കലിൽ വെച്ച് പരിശോധന നടത്തുന്നു. ഈ കണ്ടെയ്നർ വളരെ വേഗത്തിൽ പോവുകയും 2 ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ച് നിർത്താതെ പോകുന്നു. അതിനുശേഷം ഇത് ചോദ്യം ചെയ്തെത്തിയ വാഹനങ്ങളെ ഇടിച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ നാട്ടുകാരാണ് ഈ കണ്ടെയ്നർ തടഞ്ഞു നിർത്തുന്നത്. ഇതിനെ തുടർന്ന് പോലീസ് എത്തുകയും കണ്ടെയ്നർ പരിശോധിക്കുകയും ചെയ്തു. കണ്ടെയ്നർ പരിശോധിക്കുമ്പോൾ ഇതിനകത്തുണ്ടായിരുന്ന 7-അംഗ സംഘം ഇതിനെ എതിർക്കുന്ന തരത്തിലുള്ള സമീപനവും ആയുധങ്ങളുമായി പോലീസിനെയും നാട്ടുകാരെയും നേരിടുന്ന ഒരു സാഹചര്യമുണ്ടായി. തുടർന്ന് ഏറ്റുമുട്ടൽ ഉണ്ടായി. ഈ ഏറ്റുമുട്ടലിൽ ആയുധം ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സബ് ഇൻസ്പെക്ടറെ, തമിഴ്നാട് നാമക്കലിലെ സബ് ഇൻസ്പെക്ടറെ കുത്തി പരിക്കേൽപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിനെ തുടർന്ന് പോലീസ് വെടിവെച്ച് ഒരാളെ കൊലപ്പെടുത്തുകയുണ്ടായി. കാരണം അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയത് ഈ സംഘത്തിൽ ഒരാൾ തന്നെ തോക്കെടുത്ത് പോലീസിനെ വെടിവെക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്ക് നേരെ നിറയൊഴിക്കുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരാളെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നതെന്നാണ് ഈറോഡ് റേഞ്ച് DIG തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അതിനുശേഷം ഒരു സംഘത്തിലെ ഒരംഗത്തിന് കാലിൽ വെടിവെച്ച് ആണ് ഓടുന്നതിൽ നിന്ന് തടഞ്ഞത് പോലീസ്. അങ്ങനെ ഇപ്പോൾ 6 പേരാണ് പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉള്ളത്. അത് തമിഴ്നാട് പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും. കാരണം വെടിവെപ്പ് നടന്നതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും തൃശ്ശൂരിലേക്ക് ഈ പ്രതികളെ എത്തിച്ച് ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് നടപടികളിലേക്കും കടക്കുക എന്നാണ് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ഇളങ്കോ പറഞ്ഞത്. സുനിൽ അരുമാനൂർ വിവരങ്ങൾ നൽകിയത്.